ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ജോലിഭാരം കണക്കിലെടുത്ത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ 3 ടെസ്റ്റുകളിൽ മാത്രമേ കളിക്കൂവെന്ന് നേരത്തെ മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ച് ആദ്യ ടെസ്റ്റിൽ കളിച്ച ബുംറ 3-ാം ടെസ്റ്റിലും കളിച്ചിരുന്നു. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമേ ഇനി ബുംറ കളിക്കാനിടയുള്ളൂ. എന്നാൽ ഇന്ത്യൻ ടീമിൽ ബുംറ മാത്രമല്ല, സഹ പേസറായ മുഹമ്മദ് സിറാജിന്റെ ജോലിഭാരം കൂടി ടീം മാനേജ്മെന്റ് കണക്കിലെടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമന്റേറ്ററുമായ ആകാശ് ചോപ്ര. ഈ 5 മത്സര ടെസ്റ്റ് പരമ്പരയിലെ 3 ടെസ്റ്റിലും പന്തെറിഞ്ഞ സിറാജാണ് ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ പന്തെറിഞ്ഞ ബോളർ. എന്നിട്ടും മറ്റു പലരുടെയും ജോലിഭാരത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ മുഹമ്മദ് സിറാജിന്റെ ജോലിഭാരത്തെക്കുറിച്ച് മാത്രം ഒന്നും പറയാത്തത് നീതികേടാണെന്ന് ആകാശ് ചോപ്ര തുറന്നടിച്ചു. കഠിനാധ്വാനം ചെയ്യുന്ന ബോളറാണ് സിറാജ്. ധാരാളം ഓവറുകൾ എറിയുന്ന ബോളറാണ്. എന്നിട്ടും അവന്റെ ജോലിഭാരത്തെക്കുറിച്ച് മാത്രം ആരും ഒന്നും പറയുന്നില്ല. അത് ശരിക്കും തെറ്റാണ്. പന്തെറിയാൻ എത്തുമ്പോഴെല്ലാം കഴിവിന്റെ പരമാവധി നൽകാൻ സിറാജ് ശ്രമിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കാറുണ്ട്. വേഗത്തിൽ ഓടിയെത്തി അവൻ പന്തെറിയുന്നത് കാണുമ്പോൾ ഹൃദയം കൊണ്ടാണ് അവൻ എറിയുന്നത് എന്ന് പോലും തോന്നിപ്പോവും. പിച്ചിൽ നിന്ന് യാതൊരു സഹായവും ഇമ്പാക്റ്റും ലഭിക്കാത്തപ്പോൾ പോലും അവൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്ന താരമല്ല. കാരണം അവൻ എല്ലായ്പ്പോഴും ഒരു പോരാളിയാണ്. അവൻ ഒരിക്കലും ടീമിൽ വിശ്രമം ആവശ്യപ്പെടാറില്ല. ICC ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ടിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തിരിച്ചെത്താനായത് സിറാജിന്റെ പോരാട്ടവീര്യം മാത്രമാണെന്നും ആകാശ് ചോപ്ര ചൂണ്ടിക്കാട്ടി. അതേസമയം ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ഇത്തവണ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ബോളറും സിറാജാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 13 വിക്കറ്റുകളാണ് സിറാജിന്റെ പേരിലുള്ളത്. 2-ാം സ്ഥാനത്തുള്ളത് ജസ്പ്രീത് ബുംറയാണ്. 2 മത്സരങ്ങളിൽ കളിച്ച ബുംറ 12 വിക്കറ്റാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത്. എന്നാൽ ടീം ഇന്ത്യയുടെ കാര്യം എടുത്താൽ ഇനി ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും മുഹമ്മദ് സിറാജ് കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ബുംറയുടെ കാര്യം സംശയമാണ്. ഒരു മത്സരമേ ബുംറ കളിക്കാനിടയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് 2 മത്സരങ്ങളും ബുംറ കളിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു.